150 വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ട് 5 ജില്ലകളുടെ ജീവനാഡി. ഒടുവിൽ എന്ത് സംഭവിക്കും? മുല്ലപ്പെരിയാർ സുരക്ഷയോ അതോ ആശങ്കയോ? കേരളത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ച് നിർണായകം. ഹേ ഗായ്സ്, എല്ലാവർക്കും പൊന്നു ഫ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് മുല്ലപ്പെരിയാറിനെ കുറിച്ചാണ്. മുല്ലപ്പെരിയാർ ഉണ്ടായത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. മുല്ലപ്പെരിയാറിന് ഇപ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ 150 വർഷമായിട്ടുള്ള ഒരു ഡാം, അതിന് എന്തോരം കപ്പാസിറ്റി ഉണ്ട് വെള്ളം താങ്ങാൻ, അല്ലെങ്കിൽ അത് സേഫ് ആണോ? ഈ ചോദ്യമൊക്കെയാണ് കേരളത്തിനുള്ളത്. കാരണം കേരളത്തിലെ 5 ജില്ലകളെയാണ് ഇത് ഡയറക്റ്റായിട്ട് അഫക്ട് ചെയ്യുന്നത്. അതായത് ഇതെങ്ങാനും ബൈ ചാൻസ് നമ്മൾ ജീവിക്കുന്നത് ഒരു ആറ്റം ബോംബിന്റെ കീഴിലാണെന്ന് നിങ്ങൾക്ക് അറിയാം. സത്യത്തിൽ ഈ ആറ്റം ബോംബ് എങ്ങാനും ഒന്ന് പൊട്ടിത്തെറിച്ചാൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകൾ വെള്ളത്തിനടിയിലാകും. ഇതെന്തിനാണ് ഞാൻ ഇപ്പോൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് ആയിട്ട് TVK സർക്കാരിന്റെ ആദ്യത്തെ ബില്ല് അവർ നിയമസഭയിൽ ബില്ല് നടത്തിയായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞൊരു കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് 152 അടിയിലേക്ക് ഉയർത്തുവന്നു. 123 അടിയിലേ ഉണ്ടാവാൻ പാടുള്ളൂ ജലനിരപ്പ് എന്നുള്ളത് സുപ്രീം കോടതി വിധിയാണ്. അത് അവർ പാസ്സാക്കി എടുക്കുമോ അല്ലെങ്കിൽ അത് ബില്ല് സഭയിൽ പാസ്സാകുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ സുപ്രീം കോടതി വിധിയായിരുന്നു അത്ര ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം കേരളത്തിന്റെ സേഫ്റ്റിയും ഇവർക്ക് വെള്ളം വേണം എന്നുള്ളത് കൊണ്ട് മാത്രം. ഇവർക്ക് വെള്ളം വേണം, അത് അവരുടെ കൃഷിക്കും കാര്യങ്ങൾക്കൊക്കെ അത്യാവശ്യമാണ്. നമ്മൾ കൊടുക്കത്തില്ല എന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മുടെ ജീവൻ വെച്ചിട്ട് കളിക്കാൻ പാടില്ല. 152 അടിയായിട്ടൊക്കെ ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ ഈ വെള്ളത്തിന്റെ ഈ പ്രഷർ താങ്ങുമോ എന്ന് കരുതി യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ഒരു അഫക്റ്റഡ് ഏരിയ മെമ്പർ എന്ന രീതിയിലും ഒരു മലയാളി എന്ന രീതിയിലും നിങ്ങൾ കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും സെൻട്രൽ ഗവൺമെന്റുമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു ചർച്ച നടത്തി ഇതിനൊരു സൊല്യൂഷൻ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അവർക്ക് വെള്ളം കൊടുക്കുകയും വേണം, നമുക്ക് സേഫ്റ്റിയും വേണം. ഇനി മുല്ലപ്പെരിയാർ എങ്ങനെയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ എങ്ങനെയാണ് ഡാം ആയതെന്ന് ഉള്ള കഥ പറഞ്ഞാൽ, 1895 തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങൾ വരണ്ട ഭൂമി പോലെ ആകുന്നു എന്ന് കണ്ടപ്പോൾ ബ്രിട്ടീഷുകാർ കേരളത്തിലെ പെരിയാറെന്നും മുല്ലയെന്നും പറയുന്ന 2 നദികളെ ഇടയിൽ സ്ഥാപിച്ചതാണ് മുല്ലപ്പെരിയാർ ഡാം. പിന്നെ അത് മുല്ലപ്പെരിയാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആ ഡാമിലെ വെള്ളം കൊണ്ടാണ് തമിഴ്നാട്ടിലെ 5 ജില്ലകൾ കൃഷി നടത്തുന്നതും വെള്ളം കുടിക്കുന്നതും. അത് അവർക്ക് ജീവന്റെ നിലനിൽപ്പാണെങ്കിൽ നമുക്കിത് ജീവന് ആപത്താണ്. പിന്നെ ഫോർ യുവർ ഇൻഫർമേഷൻ, ഇത് 999 വർഷത്തേക്ക് ലീസിന് കൊടുത്തിരിക്കുന്നതാണ് മുല്ലപ്പെരിയാർ ഡാം നമ്മൾ തമിഴ്നാടിന്. അതായത് 999 വർഷം ഇത് അവർക്ക് നമ്മൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോയിൽ വേണ്ടിപ്പോഴാണ് ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യുക. അപ്പോൾ ചാനൽ മാർക്ക് സബ്സ്ക്രൈബ് ചെയ്യലും. ഫ്രം ബൈ.